ഇതേ അസമാണ്, ഇന്ത്യയുടെ അസം. മറ്റുള്ളവർ മാതൃക കേൾക്കേണ്ടതാണ്. എന്തിന്? കേരളം പോലും. അസമിൽ വിവാഹം കഴിക്കണോ? കഴിച്ചോളൂ. പക്ഷേ ഒന്ന് മാത്രം. വിവാഹ രോഗികൾക്ക് അസം സർക്കാർ കൊടുത്ത കടുത്ത പണിയിൽ ഞെട്ടിയിരിക്കുകയാണ് നാട്ടിലെ ഒരു വിഭാഗം. അസമിൽ സർക്കാർ ജീവനക്കാർ വിവാഹമോചനം നേടാതെ വീണ്ടും വിവാഹം കഴിച്ച ശമ്പളത്തിൽ 20% ആദ്യ ഭാര്യയ്ക്ക് ഇനി നൽകേണ്ടി വരും. ഉത്തരവിട്ടത് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന മുഖ്യമന്ത്രിയുടെ സർക്കാരാണ്. സാമൂഹ്യക്ഷേമം മനസ്സിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഹിമന്ത ഒരു തീരുമാനമെടുക്കുന്നത് ഇതാദ്യമൊന്നുമല്ല. നേരത്തെ മാതാപിതാക്കളെ അവഗണിക്കുന്ന ജീവനക്കാർക്കെതിരെ ഹിമന്ത സർക്കാർ നടപടി കൃത്യമായി കൈക്കൊണ്ടിരുന്നു. അവരുടെ ശമ്പളത്തിൻ്റെ 10 മുതൽ 15% വരെ വെട്ടിക്കുറയ്ക്കുകയും അവരുടെ മാതാപിതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ആ തുക മാറ്റുകയും ചെയ്തു. വളരെ ചുട്ട മറുപടി. ആദ്യ ഭാര്യയെ നിയമപരമായി വിവാഹമോചനം ചെയ്യാതെ പുനർവിവാഹം ചെയ്യുന്ന അസമിലെ സർക്കാർ ജീവനക്കാർക്ക് പ്രശ്നങ്ങൾ ഇനി കടുത്ത രീതിയിൽ നേരിടേണ്ടി വരും. അവരുടെ ശമ്പളത്തിൻ്റെ 20% ഇനി മുതൽ ആദ്യ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റും, അവരുടെ ചിലവിനായിട്ട്. ഇത് പ്രഖ്യാപിച്ചതും ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണ്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ഈ നിയമം വ്യാപിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അസം സർക്കാർ ഇതിനകം തന്നെ UCC വഴി ഒന്നിലധികം വിവാഹങ്ങൾ നിരോധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 20% ശമ്പളം വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചു. ഇതോടെ ബഹുഭാര്യത്വം അസമിൽ നിന്നും പടികടക്കുകയാണ്. അതേസമയം സാമൂഹിക ക്ഷേമം മനസ്സിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ഒരു തീരുമാനമെടുക്കുന്നത് നേരത്തെയും ഉണ്ടായിരുന്നു. 2025 നവംബറിൽ അസം നിയമസഭ അസം പോളിഗാമി നിരോധന ബിൽ 2025 പാസാക്കി. മിക്ക കേസുകളിലും പങ്കാളി ജീവിച്ചിരിക്കുമ്പോൾ പുനർവിവാഹം ചെയ്യുന്നത് ഇപ്പോൾ ഒരു കുറ്റകൃത്യമാണ്. ഈ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും ആൾക്കാർ ഇപ്പോൾ പുനർവിവാഹം ചെയ്യുന്നത് ഒഴിവാക്കാൻ കാരണമായി. ലിവ്-ഇൻ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിക്കൊണ്ടുള്ള UCC ബിൽ അസം നേരത്തെ കനത്ത കോലാഹലത്തിനുള്ളിൽ പാസാക്കിയെടുത്ത് നടപ്പാക്കിയിരുന്നു. നേരത്തെ മാതാപിതാക്കളെ അവഗണിക്കുന്ന ജീവനക്കാർക്കെതിരെ ഹിമന്ത സർക്കാർ നടപടി സ്വീകരിച്ചത് ഏറെ പ്രോത്സാഹനവും ഏറെ പെരുമയും നേടിയിരുന്നു. 10% ഈ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഭയം ആളുകളെ, മാതാപിതാക്കളെ കൂടുതൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിച്ചെന്നത് സത്യം. ഈ പുതിയ തീരുമാനം ബഹുഭാര്യത്വ കേസുകൾ കുറയ്ക്കുമെന്ന് ഹിമന്ത സർക്കാർ പ്രതീക്ഷിക്കുകയാണ്. അസമിലെങ്കിലും അസമിലെ ചില ആളുകൾ ഒന്നിലധികം വിവാഹങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. കാലക്രമേണ ഈ രീതി നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതിന് നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഉള്ളതിനാൽ ആളുകൾ അങ്ങനെ ചെയ്യുന്നതും വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും രഹസ്യ വിവാഹങ്ങളുടെ കേസുകൾ ഇടയ്ക്കിടെ പുറത്തു വരുന്നുണ്ട്. ചില ഗോത്ര സമൂഹങ്ങളിൽ ഇത്തരം കേസുകൾ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ദാരിദ്ര്യം, താഴ്ന്ന വിദ്യാഭ്യാസം, സാമൂഹിക, ഗോത്ര, ജാതി, മത ഘടകങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ആചാരവുമായി ബന്ധപ്പെട്ടിരുന്ന ചില ബുദ്ധിമുട്ടുള്ള മേഖലകൾ. മാത്രമല്ല പലപ്പോഴും ഇത് സ്ത്രീകളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇനി സ്ത്രീകൾക്ക് ഒരു വിഷമം വേണ്ട. തങ്ങളുടെ ഭർത്താക്കന്മാർ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ, തങ്ങളുള്ളപ്പോൾ മറ്റൊരു സ്ത്രീയെ തേടി പോയാൽ അത് ക്രിമിനൽ കുറ്റവുമാണ്. അതുപോലെ തന്നെ ഭർത്താവ് സർക്കാർ ജീവനക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സ്വകാര്യ ജീവനക്കാരാണെങ്കിൽ ഭർത്താവിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം കൃത്യമായി ഈ സ്ത്രീകളുടെ ചിലവിനെ കൃത്യമായി ലഭിക്കുകയും ചെയ്യും. ഇത് ഉറപ്പാക്കിയിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ സർക്കാർ.